അധ്യായം 67. ഒരു ചുംബനം. ഹേമന്ത് അതിശയത്തോടെ സിദ്ധാർത്ഥിന് നേർക്ക് നോക്കി നിന്നു. സിദ്ധാർത്ഥ് ഒരു പെണ്ണിനൊപ്പം അത്ര അടുത്ത് പെരുമാറുന്നത് തന്നെ നീലിമ വന്നതിന് ശേഷമാണ് ഹേമന്ത് കാണുന്നത്. അതിന്റെ ആശ്ചര്യം അവന്റെ മുഖത്തുണ്ടായിരുന്നു. വിശ്വാമിത്രൻ ഇങ്ങനെ മാറിയോ? ആ പെണ്ണ് ഉറങ്ങിക്കിടക്കുമ്പോൾ പോയി ഉമ്മ വയ്ക്കാനും മാത്രം സ്നേഹമൊക്കെ സിദ്ധാർത്ഥന്റെ മനസ്സിൽ അവളോടുണ്ടായിരുന്നു. എന്നാ എന്റെ പൊന്ന ലാവണ്യ, നീ ഇനി വിശ്വാമിത്രനെ നോക്കി വെള്ളം ഇറക്കിയിട്ട് കാര്യമില്ല. ചെക്കനെ ഈ പെണ്ണ് കൊണ്ടുപോയി ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് വീണ്ടും അവൻ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി അകത്തേക്ക് കയറി ചെന്നു. എടാ, നീ എന്ത് പരിപാടിയായി കാണിക്കുന്നത്? ഹോസ്പിറ്റലിൽ കിടക്കുന്ന പെണ്ണിനാണോ ഉമ്മ കൊടുക്കുന്നത്? ഹേമന്ത് സിദ്ധാർത്ഥിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടപ്പോഴാണ് സിദ്ധാർത്ഥ് ഹേമന്ത് വന്നത് അറിയുന്നത്. നീ എന്താ ഇവിടെ? സിദ്ധാർത്ഥ് ചോദിച്ചു. അതല്ലല്ലോ എന്റെ ചോദ്യം, അതിനുത്തരം മറാത്തി. ഹേമന്ത് വീഴുന്നു മട്ടില്ലായിരുന്നു. നിന്റെ എന്ത് ചോദ്യം? നീ ഒന്ന് പോയി. എന്റെ ഭാര്യയല്ല ഞാൻ ഉപയോഗിച്ചത്, അത് ചോദിക്കാൻ നീ ആരാണ്? സിദ്ധാർത്ഥ് പറഞ്ഞു. ഓഹോ, അപ്പൊ മിസ്റ്റർ സിദ്ധാർത്ഥ വിശ്വ നീലിമ വാസുദേവന്റെ ഭാര്യയായി മനസ്സാൽ സ്വീകരിച്ച് കഴിഞ്ഞല്ലേ? നടക്കട്ടെ. അല്ല, ഈ ഉമ്മ മാത്രമേ ഉള്ളൂ അതോ? ഹേമന്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സിദ്ധാർത്ഥ അത് കേട്ട് അവനെ പിടിച്ച് പിന്നിലേക്ക് നീക്കി. നീ ഒന്ന് പോയി. ഇതൊക്കെ ഞാൻ നിന്നെ ബോധിപ്പിക്കുന്നത് എന്തിന്? അല്ല, നീ ആ കാറുകാരെ സെറ്റിൽ ചെയ്തു, അത് പറ ആദ്യം. സിദ്ധാർത്ഥ പറഞ്ഞു. സിദ്ധാർത്ഥ മോനെ, നീ വിഷയമൊന്നും മാറ്റണ്ട. കാറുകാരെ സെറ്റിൽ ചെയ്ത കാര്യം ഞാൻ നിന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞാണല്ലോ. എന്നിട്ടിപ്പോ വീണ്ടും അതിനെ ചോദിച്ചിട്ട് എന്റെ ചോദ്യത്തിൽ നിന്ന് മുങ്ങാനുള്ള പരിപാടിയല്ലേ? ഹേമന്ത് ചോദിച്ചു. ഹേമന്ത്, നീ അതിൽ വിടുന്നുണ്ട്. എന്റെ ഭാര്യയുടെ പോലും റെസ്പെക്ട് ഇല്ലാത്ത മട്ടിൽ ഇമ്മാതിരി ചോദ്യം ഇനി ചോദിച്ചാൽ അറിയാതെ നിൽക്കുന്നേ. സിദ്ധാർത്ഥ പറഞ്ഞു. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥന് ശരിക്കും ദേഷ്യം വന്ന് തുടങ്ങിയത് മനസ്സിലാക്കിയ ഹേമന്ത് ഉടനെ വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു. അല്ല, അതൊക്കെ പോട്ടെ, നീലിമയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നീ റെസ്റ്റ് എടുത്താൽ ശരിയാവെന്ന് പറഞ്ഞു. 2 ദിവസം കൂടിയൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. സിദ്ധാർത്ഥ പറഞ്ഞു. അപ്പോഴാണ് ഹേമന്ത് സിദ്ധാർത്ഥിന്റെ ലാപ്ടോപ്പും മറ്റു ഫയലുകളും ഒക്കെ ടേബിളിൽ വച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. സിദ്ധാർത്ഥ അവിടെ ഇരുന്നു ജോലി ചെയ്യുകയായിരുന്നു എന്ന് ഹേമന്തിന് മനസ്സിലായി. ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രമാണ് അത്ര വൈകിയും സിദ്ധാർത്ഥ ജോലി ചെയ്യാറുള്ളത്. അത് മനസ്സിലാക്കിയ ഹേമന്ത് ചോദിച്ചു. അല്ല സിദ്ധു, നീ ഇത്ര തിരക്കുണ്ടായിട്ടും ഹോസ്പിറ്റലിൽ നിൽക്കുന്ന എന്തിനും? നീലിമയെ നോക്കാൻ നമുക്കൊരു ഹോം നഴ്സ് ഏർപ്പാട് ചെയ്യാം, അതുപോലെ. അല്ലെങ്കിൽ എന്തിനാ? നമുക്കറിയാവുന്ന ഹോസ്പിറ്റലല്ലേ, അവര് കയറി ചെയ്തോളും. ഹേമന്ത് പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ മയങ്ങി കിടക്കുന്ന നീലിമയെ നോക്കി. ക്ഷീണം കാരണം അവർ ഹേമന്ത് വന്നത് പോലും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു. അതൊന്നും വേണ്ട, നീലിമയെ അങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും നോക്കി ശരിയാവില്ല, ഞാൻ തന്നെ നിന്നോളാം, സിദ്ധാർത്ഥ പറഞ്ഞു. അത് കേട്ട് ഹേമന്ത് അതിശയത്തോടെ അവനെ നോക്കി. എന്നാലും സിദ്ധു, ഇത്ര തിരക്കുള്ള നീ? ഹേമന്ത് പറഞ്ഞു. നിനക്ക് എന്താ അതിലെ പ്രശ്നം? ഞാൻ തന്നെയല്ലേ എന്റെ ഭാര്യ നോക്കേണ്ടത്. എനിക്കിവിടെ നിൽക്കുന്നതിൽ ഒരു പ്രശ്നമല്ല, നീ അവളെ കണ്ടെങ്കിൽ പോകാൻ നോക്കും, സിദ്ധാർത്ഥ പറഞ്ഞു. അത് കേട്ട് ഹേമന്ത് സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. എന്നാലും എന്റെ വിശ്വാമിത്ര, നീ ഇത്ര പാവമായിരുന്നോട്ടെ, ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. അവന്റെ മുഖത്തിൽ ചിരി തെളിഞ്ഞു. അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് അവനെ നോക്കി. എന്താണ് ചിരിക്കുന്നത്? സിദ്ധാർത്ഥ ചോദിച്ചു. ഒന്നുമില്ല, ഹേമന്ത് പറഞ്ഞു. കുറച്ചു സമയം സംസാരിച്ചു നിന്ന ശേഷം ഹേമന്ത് ഇറങ്ങാനുള്ള പുറപ്പാടിലായിരുന്നു. നീലിമ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. അവളെ ശല്യപ്പെടുത്തണമെന്ന് കരുതി ഹേമന്ത് ഉണർത്താൻ നിന്നില്ല. മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹേമന്ത് സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. സിദ്ധാർത്ഥ അപ്പോൾ നീലിമയുടെ നെറ്റി തടവുന്നുണ്ടായിരുന്നു. നീലിമ എന്ത് ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. സിദ്ധാർത്ഥ ഒരിക്കലും ഒരാളെയും ഇത്ര കെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഉറപ്പായും നീലിമ അവൻ ശരിക്കും കല്യാണം കഴിച്ചത് തന്നെയായിരിക്കും. ലാവണ്യനെ ഹോപ്പ് വെച്ചിട്ട് കാര്യമില്ല. എന്നാലും ഇവൻ ഇത്രയും സ്നേഹിക്കുന്നത് നീലിമ ആയിരുന്നില്ലല്ലോ. ഹേമന്ത് ചിരിയോടെ ചിന്തിച്ചു. അവൻ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരുന്നത് അവന്റെ വീട്ടുകാരെ പോലെ ഹേമന്തിനും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ലാവണ്യ കാര്യം പറഞ്ഞാൽ വിഷമിക്കുമെന്നൊരു ചിന്ത മാത്രമേ അവൻ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ നീലിമ മാത്രമാണെന്ന് ഹേമന്തിന് അപ്പോൾ വ്യക്തമായി മനസ്സിലായി. പിറ്റേന്ന് സമയം ഏകദേശം ഉച്ചയായപ്പോഴാണ് നീലിമയ്ക്ക് അല്പമെങ്കിലും ക്ഷീണം മാറി ഉറക്കം വിട്ടത്. അവൾ ഉണർന്ന് ചുറ്റും നോക്കി. അപ്പോൾ സിദ്ധാർത്ഥ് മുറിയുടെ ഒരു മൂലയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ അത്ര തിരക്കുണ്ടായിട്ടും തന്നെ കൂടെ തന്നെ തുടരുന്നതിൽ അവൾക്ക് അതിശയം തോന്നി. നീലിമ മുടി കെട്ടിവെക്കാൻ വേണ്ടി കൈ ഉയർത്തി അറിയാതെ നെറ്റിയിലെ മുറിവിൽ തൊട്ടുപോയി. അമ്മേ! മുറിവ് വേദനിച്ചപ്പോൾ നീലിമ നിലവിളിച്ചു പോയി. അവളുടെ ശബ്ദം കേട്ട സിദ്ധാർത്ഥ് അപ്പോൾ അവിടേക്ക് നോക്കി. ഉണർന്നോ? നിനക്ക് കഴിക്കാൻ ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ പുറത്തുനിന്ന് വാങ്ങിയത് നിനക്ക് കഴിക്കാൻ പറ്റുന്നതായിരുന്നു. സോ ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ മല്ലികാമ ഉണ്ടാക്കി തന്നെ വെക്കുന്നതാണ്, സിദ്ധാർത്ഥ പറഞ്ഞു. അയ്യോ, എന്തിനാ അവരെ ബുദ്ധിമുട്ടിച്ചത്? നീലിമ ചോദിച്ചു. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ മുടിയൊക്കെ കെട്ടി വെക്കണമെങ്കിൽ ഞാനുണ്ട് ഇവിടെ, എന്നോട് പറഞ്ഞാൽ മതി. അല്ലാതെ മുറിവിൽ തട്ടിക്കുന്നത് കാണുന്നു, സിദ്ധാർത്ഥ പറഞ്ഞു. അവന്റെ ഓരോ സംസാരവും പുതിയതായി അവൾക്ക് തോന്നി. മുമ്പ് കണ്ടിരുന്ന സിദ്ധാർത്ഥല്ല ഇപ്പൊ തനിക്ക് മുന്നിൽ ഇരിക്കുന്നതെന്ന് നീലിമ അതിശയത്തോടെ ഓർത്തുപോയി. എഴുന്നേറ്റിരിക്കെ, ഞാൻ ഫുഡ് തരാം. സിദ്ധാർത്ഥ ഓഫീസ് ജോലികൾ പകുതിയിലാക്കി എഴുന്നേറ്റു. എന്നിട്ട് ഫുഡ് ഒരു പാത്രത്തിലാക്കി നീലിമയുടെ അരികിൽ കൊണ്ടുവച്ചു. നീലിമ പാത്രത്തിലേക്ക് നോക്കി. ഒരു പാത്രത്തിൽ ചൂടുള്ള കഞ്ഞിയും മറ്റൊന്നിൽ അച്ചാറും ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു. നീലിമ അതെടുത്ത് കയ്യിൽ പിടിച്ചു. സിദ്ധാർത്ഥ് ഇന്നലെ മുതൽ ഒന്നും കഴിച്ചു കാണില്ലെന്ന കാര്യം നീലിമ അപ്പോഴാണ് ഓർക്കുന്നത്. സിദ്ധാർത്ഥ്, നിങ്ങൾ കഴിക്കുന്നില്ലേ? നീലിമ ചോദിച്ചു. എനിക്ക് സമയമായിട്ടില്ല, നീ കഴിക്കാം, സിദ്ധാർത്ഥ് ലാപ്ടോപ്പിന് മുന്നിൽ വീണ്ടും ചിന്തിച്ച് പറഞ്ഞു. അല്ല, നിങ്ങൾ കഴിക്കാതിരിക്കുമ്പോ ഞാൻ മാത്രം എങ്ങനെ കഴിക്കുന്നത്? നീലിമ വീണ്ടും ചോദിച്ചു. അത് കേട്ട് സിദ്ധാർത്ഥ് തല ഉയർത്തി അവളെ നോക്കി. അല്ല, ശരിക്കും എന്തെങ്കിലും പ്രശ്നം? ഒറ്റയ്ക്ക് കഴിക്കാൻ മടിയാണോ? എന്നാ ഞാൻ വാർത്ത. സിദ്ധാർത്ഥ് അത് പറഞ്ഞു എഴുതിച്ചു. അപ്പോൾ നീലിമ ഉടനെ പറഞ്ഞു. അയ്യോ വേണ്ട, ഞാൻ തനിയെ കഴിച്ചോളാം. നീലിമ അത് പറഞ്ഞിട്ട് വേഗം കഞ്ഞി എടുത്ത് കുടിക്കാൻ തുടങ്ങി. അത് കണ്ട് ശരി വന്ന സിദ്ധാർത്ഥ് തിരികെ പോയിരുന്നു. അവൻ വീണ്ടും വരക്കിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. നീലിമ കഞ്ഞി കുടിച്ച് തീർന്നപ്പോഴാണ് മല്ലിക അവിടേക്ക് കയറി വരുന്നത്. വന്ന ഉടനെ അവർ നീലിമയുടെ അരികിലിരുന്നു. എങ്ങനെയുണ്ട് മോളെ? മല്ലിക വാത്സല്യത്തോടെ ചോദിച്ചു. എനിക്കൊരു കുഴപ്പമില്ല മല്ലികമ്മേ, ഇപ്പൊ എന്റെ വീടുവാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വന്നേരം, അത്രയും ഓക്കെയാണ്, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് അപ്പോഴും വറക്കിലായിരുന്നു. സന്തോഷം മോളെ, മോള് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ തന്നെയാ മല്ലികാമ്മയെ ആഗ്രഹിക്കുന്നത്, മല്ലിക പറഞ്ഞു.
അശ്വിൻ അവിടെ മല്ലികാമ? നീലിമ ചോദിച്ചു. എന്റെ സ്കൂളുണ്ട്, പോകുന്നില്ലെന്ന് കുറെ വാശി പിടിച്ചു. അവസാനം ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് പോയത്, മല്ലിക പറഞ്ഞു. നീലിമ മൂളി. വൈകുന്നേരം ഞാൻ പോയി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരാം. എന്നിട്ട് ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കാം. സിദ്ധുമോനും ബുദ്ധിമുട്ടാവുന്നുണ്ടോ ജോലി തിരക്കുള്ളതുകൊണ്ട്? മല്ലിക പറഞ്ഞു. അപ്പോൾ അത് ശ്രദ്ധിച്ച് സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു. അതൊന്നും വേണ്ട മല്ലികാമേ, ഞാൻ തന്നെ ഇവിടെ നിന്നോളാം. അശ്വിൻ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കില്ലല്ലോ. മല്ലികാമ്മ അവനെ നോക്കിയാൽ മതി. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മല്ലിക നീലിമയെ നോക്കി. കണ്ടോ, എന്നിട്ടാണ് നീ സ്നേഹമല്ലെന്ന് പറയുന്നത്? മല്ലിക ശബ്ദം താഴ്ത്തി പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രിയും സിദ്ധാർത്ഥും താനും അവിടെ തനിച്ചായിരിക്കുമല്ലോ എന്ന ചിന്തയിലായിരുന്നു നീലിമ. വൈകുന്നേരം വരെ അവളുടെ കൂടെ സംസാരിച്ചിരുന്ന ശേഷമാണ് മല്ലിക വീട്ടിലേക്ക് പോയത്. രാത്രിയായപ്പോൾ സിദ്ധാർത്ഥ നീലിമയ്ക്ക് കഴിക്കാൻ ചായ മറ്റും വാങ്ങിക്കൊണ്ട് കൊടുത്തു. നീലിമ അത് കഴിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവളെ ഡോക്ടർ വന്ന് പരിശോധിച്ച ശേഷം തിരികെ പോയി. സമയം പിന്നെയും കടന്നുപോയി. സിദ്ധാർത്ഥ് രാത്രി വൈകിയും മരക്കാൻ തന്നെയായിരുന്നു. അവന്റെ ബുദ്ധിമുട്ട് കണ്ട നീലിമയ്ക്ക് അവനോട് വീട്ടിലേക്ക് തിരികെ പോകാൻ പറയണമെന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണ് അവൾ അതൊന്നും പറയാതിരുന്നത്. സിദ്ധാർത്ഥ തന്നോട് എത്രമാത്രം കേര കാണിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് നീലിമ അവനെ നോക്കിക്കിടന്നു. സിദ്ധാർത്ഥിന്റെ നോട്ടവും ഇടയ്ക്കിടെ അവളുടെ മേൽ വീഴുന്നുണ്ടായിരുന്നു. നീലിമ അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ തല ചിരിച്ചു കിടന്നു. സിദ്ധാർത്ഥ് അവളെ നോക്കി പുഞ്ചിരിച്ചു. സമയം പിന്നെയും കടന്നുപോയി. സിദ്ധാർത്ഥ് മറക്ക തീർത്ത് എഴുന്നേറ്റു. അപ്പോൾ നീലിമ അവനെ നോക്കി. ആ മുറിയിൽ നീലിമ കിടക്കുന്ന ബെഡ് മാത്രമേ കിടക്കാൻ പാകത്തിനുള്ളൂ. പിന്നെ ഉള്ളത് ചെറിയൊരു സോഫയാണ്. സിദ്ധാർത്ഥ് എവിടെ കിടക്കുമെന്ന് നീലിമ മനസ്സിൽ ആലോചിച്ചു. അവൾ ഉടനെ അത് അവനോട് ചോദിക്കുകയും ചെയ്തു. അല്ല സിദ്ധാർത്ഥ്, നിങ്ങൾ എവിടെ കിടക്കും? ഇവിടെ ഒരു ബെഡല്ലേ ഉള്ളൂ. നീലിമ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി. ഞാൻ നിന്റെ കൂടെ ബെഡിൽ വന്ന് കിടക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചോദിക്കുന്നത്? ആരെങ്കിലും തുറന്നു പറഞ്ഞു, ഞാൻ കിടക്കാം. സിദ്ധാർത്ഥ പറഞ്ഞു. അത് കേട്ട് നീലിമ അമ്പരം അവളെ നോക്കി. ഈ അത് ചക്ക എന്ന് പറഞ്ഞ മാങ്ങാൻ അവൾ കേൾക്കുന്നത്. ഈ കിഴങ്ങിന് വെറുതെ അല്ല അധികം ഫ്രണ്ട്സ് ഇല്ലാത്തത്. ആ ഹേമന്തൊക്കെ ഇതിനെ എങ്ങനെ സഹിക്കുന്നു ആവോ? നീലിമ മനസ്സിൽ പറഞ്ഞു. എന്താ ആലോചിക്കുന്നത്? ഞാൻ വന്ന് കിടക്കട്ടെ? സിദ്ധാർത്ഥ ചോദിച്ചു. ഓ വേണ്ടേ, നിങ്ങൾ ഈ രാത്രി എനിക്ക് വേണ്ടിയാണല്ലോ ബുദ്ധിമുട്ടുന്നതെന്ന് ഓർത്തിട്ടാ എവിടെ കിടക്കുമെന്ന് ചോദിച്ചു പോയത്. ചോദിക്കാൻ പാടില്ലായിരുന്നു, സോറി. എന്റെ പൊന്നോ, ഇതെന്താ മനുഷ്യനാ? നീലിമ ഉടനെ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ ചിരിയോടെ അവനെ നോക്കി. എന്നിട്ട് അവരിട്ടിരുന്ന ഷർട്ട് പതിയെ ഊരാൻ തുടങ്ങി. നീലിമ അത് കണ്ട് ആശ്ചര്യത്തോടെ അവരെ നോക്കി. ഇവളെന്താ ഷർട്ടൊക്കെ ഊരുന്നത്? നീലിമ മനസ്സിൽ ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവളൊന്ന് മട്ടാക്കാൻ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ഒരു മോഹം വധിച്ചു. അവനുടനെ മുഖത്തൊരു റൊമാൻറ്റിക് ഭാവം വരുത്തിക്കൊണ്ട് ഷർട്ട് ഊരി എറിഞ്ഞിട്ട് അവളുടെ അരികിലേക്ക് വന്നു. താനിതെന്ന് കാണിക്കുന്നത്? നീലിമ അവനെ നോക്കി അതർച്ചയോടെ ചോദിച്ചു. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. സിദ്ധാർത്ഥ് അവളുടെ നേരെ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവന്റെ ശ്വാസം അവന്റെ മുഖത്ത് തട്ടിയപ്പോൾ നീലിമ പിഴഞ്ഞു പോയി. സിദ്ധാർത്ഥ മാറിക്കും, എനിക്ക് ഇങ്ങനത്തെ തമാശ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. നീലിമ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവളുടെ മുഖത്ത് നാടൻ തെളിഞ്ഞിരുന്നു. അതിന് ഇത് തമാശയാണെന്ന് ആരാ പറഞ്ഞത്? സിദ്ധാർത്ഥ് മുഖം അല്പം കൂടി അവളുടെ അരികിലേക്ക് അടുപ്പിച്ചു. നീലിമ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അത്തടുത്ത് സിദ്ധാർത്ഥിന്റെ മുഖം കണ്ടപ്പോൾ അവൾക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നി. പക്ഷേ സിദ്ധാർത്ഥിനെ തള്ളി മാറ്റാനും അവൾക്ക് കഴിഞ്ഞില്ല. നീലിമ സിദ്ധാർത്ഥിന്റെ കണ്ണുകളിലേക്ക് വീണ്ടും നോക്കി. സിദ്ധാർത്ഥ അപ്പോൾ അവളുടെ കവളിലും ചുണ്ടലിലും നോക്കി നിൽക്കുകയായിരുന്നു. നീലിമ ഒന്ന് പീഡിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയെന്ന കാര്യം പോലും സിദ്ധാർത്ഥ മറന്നുപോയി. അവന് അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ സാധിച്ചില്ല. സിദ്ധാർത്ഥ പെട്ടെന്ന് നീലിമയുടെ ചുണ്ടലിൽ ചുംബിച്ചു. നീലിമ വല്ലാതെ വിററിപ്പോയി. അവൾ അറിയാതെ സിദ്ധാർത്ഥിനെ കഴുത്തിൽ പിടിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ കൂടുതൽ ഗാഢമായി ചുംബിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ബോധത്തിലേക്ക് വന്ന രണ്ടുപേരും പരസ്പരം അകന്നു മാറി. സിദ്ധാർത്ഥ് അവളെ നോക്കി. അവളുടെ മുഖം നാടത്തിൽ ചുവന്നു പോയിരുന്നു. അത് കണ്ട് സിദ്ധാർത്ഥ ചിരിച്ചു. ഓ, ഇതായിരുന്നു എന്നോട് ഇവിടെ ഒരു ബെഡ് ഉള്ളൂ എന്ന് പറഞ്ഞ്. ഉമ്മ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞ പോലെ. സിദ്ധാർത്ഥ വീണ്ടും അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, ഞാനൊന്നും ചെയ്തില്ല. നീലിമ പറഞ്ഞു. ഉമ്മ കഴുത്തിൽ ചുറ്റി പിടിച്ചത് പിന്നെ ഞാനാണോ? സിദ്ധാർത്ഥ ചോദിച്ചു. അത് കേട്ടപ്പോൾ നീലിമ വീണ്ടും നാണം കൊണ്ട് തല താഴ്ത്തി. അപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് വീണ്ടും വന്നു. എന്നിട്ട് ബെഡിൽ കയറി കിടന്ന് അവളെ നോക്കി. അവന്റെ നോട്ടം നേരിടാൻ കഴിയാതെ നീലിമ കണ്ണുകൾ അടച്ചു കളഞ്ഞു. സിദ്ധാർത്ഥിന്റെ മുഖത്ത് അപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്തത്ര സന്തോഷമുണ്ടായിരുന്നു.